അല്ല പുഷപ്പ് പിന്നെ ആദ്യം വിശപ്പ്. പുഷപ്പ് ചെയ്ത് കഴിഞ്ഞാൽ സ്കിറ്റ് കളിക്കില്ല. അനുകുട്ടി, പെൺകുട്ടികളുടെ ജീവിതം എന്ന് പറഞ്ഞാൽ കോഴിമുട്ട പോലെയാണ്. അല്ല അനുകുട്ടി ഇപ്പുറത്തല്ലേ നിക്കണേ? അത് കള കള കള. ആനിക്കുട്ടി മനസ്സിലാവുന്നില്ലേ? ഇവര് രണ്ടിന് മനസ്സിലാവുന്നില്ലേ നിങ്ങൾക്ക്? ഞാനടുത്ത് കോട്ടയം രമേശ് ചേട്ടനായിരിക്കും. മേട ഒഴിച്ച് ലക്ഷ്മി ഒഴിച്ച് ബാക്കി ഇരിക്കുന്ന എല്ലാ കിഴങ്ങുകൾക്കും മനസ്സിലായില്ല. ഈ കുഞ്ഞിന് മനസ്സിലായി. ആ കുഞ്ഞ് ഇപ്പോഴും മക്കളെ ആരാണ് മാമ? ആരാണ് മക്കളെ ഇങ്ങനെ ആക്കുന്നത്? ആരാണ്? അപ്പൊ ഇതാരാണ്? പെൺകുട്ടികളുടെ ജീവിതം കോഴിമുട്ട പോലെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്തെങ്കിൽ താഴെ വീണ് പൊട്ടും. അപ്പൊ അതിനകത്ത് തന്നെ ഉണ്ണിയുണ്ടോ? കൊള്ളാം കേട്ടോ, നല്ല കൗണ്ടർ. കൊള്ളാം, സൂപ്പർ. ഞാൻ ചാണ്ടി. കണ്ട പാണ്ടിയാന്ന് തോന്നുന്നു. അല്ല ഞാൻ ചാണ്ടി. ഞാൻ ഇവിടെ മറുവത്തൂരിൽ നിന്ന് വരെയാണ്. എന്നിട്ട് വെള്ളം ഉണ്ടാക്കി കിട്ടിയായിരുന്നോ? വെള്ളം കിട്ടിയായിരുന്നോ? മറുവത്തൂരിൽ നിന്ന് വരെയാണ്. എന്റെ ഭാര്യയായിരുന്നു മേഴ്സി, എന്റെ പെങ്ങളായിരുന്നു മേഴ്സി, എന്റെ എല്ലാമായിരുന്നു മേഴ്സി. മേഴ്സി അല്ല അത്, ഇത് ആനിയല്ലേ ഇത്? എനിക്ക് ഒരു അനിയനുണ്ട് മൈക്കിൾ, ഒരു കഥയില്ലാത്ത ചെറുക്കനാ. ഓ, അവന് കഥയില്ല, നിന്റെ കഥയിൽ കൗണ്ടറും ഇല്ല. ഇയാൾ പൊളിക്കാൻ വേണ്ടി നിൽക്കണം. നിങ്ങൾ ഈ പൊളിക്കാൻ വേണ്ടി തന്നെ നിൽക്കണം. ഇവിടെ സത്യം വിളിച്ചു പറയാൻ പാടില്ല മമ്മൂക്ക. പിന്നെ എന്നെ കോരസാറ് തിരക്കുന്നുണ്ട് അവിടെ. കോരസാറല്ല, പെട്ടെന്ന് പോകണം. കോരസാറ് തിരക്കുന്നുണ്ട്. കോരസാറും തിരക്കണ്ട. ഇത് കഴിഞ്ഞാൽ നിന്നെ ഇതിന്റെ ഡയറക്ടറും തിരക്കുന്നുണ്ട്. അതാണ് എടുത്തു കളയാനായിട്ട്. അനുകുട്ടി, അനുകുട്ടി വിളി കേക്കണു. കൈവാക്കുന്ന പോ. ഒന്നാമത് ഞാൻ നിന്ന് ഉരുവാണ്. ഞാൻ ഇവിടെ നിന്ന് മെഴുതിരി ഉരു പോലെ ഉരുവാണ്. അനുകുട്ടി, പെൺകുട്ടികളുടെ ജീവിതം കോഴിമുട്ട പോലെ അത് സൂക്ഷിച്ച് കൈകാര്യം ചെയ്തില്ലെങ്കിൽ താഴെ വീണ് പൊട്ടും. അതിനകത്ത് ഉണ്ണിയുണ്ടോ? ഇത് ആനിക്കുട്ടിയുടെ കോഴിയാണോ? കോഴിയാണോ? അതെ. ഇതിന് കാശ് വേണ്ടെന്ന് പറഞ്ഞാലും ഇതിന് ഞാൻ വില പേശില്ല. കാരണം ഞാൻ കാശ് തരും. അനുകുട്ടി, പറയാത്തൊരു സാധനം ഞാൻ പറയാം. പ്രശ്നമാണ് അനുകുട്ടി, പെൺകുട്ടികളുടെ ജീവിതം കോഴിമുട്ട പോലെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്തില്ലെങ്കിൽ താഴെ വീണ് പൊട്ടും. അതിപ്പോ സ്കിറ്റും അതുപോലെ തന്നെയാണ്. സൂക്ഷിച്ച് നല്ലോണം കളിച്ചില്ലെങ്കിൽ ചിലപ്പോ 8 നിലയിൽ പൊട്ടും. അപ്പൊ എനിക്ക് തെറ്റ് മനസ്സിലായി. ക്ലൈമാക്സ് ഇവിടെ ഓൾറെഡി പറഞ്ഞു. അതായിരുന്നു വേണ്ടത്. ഒന്ന് എങ്ങനെയെങ്കിലും നിർത്തിയാൽ മതി എന്ന് വിചാരിക്കായിരുന്നു. എനിക്ക് എന്റെ തെറ്റ് മനസ്സിലായി. ഇനി അടുത്ത ഗസ്റ്റ് വരുന്ന സമയത്ത് ഇതുപോലൊരു കൽപ്പന കെട്ട വേഷമായിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. അപ്പൊ ഈ സ്കിറ്റ് പൊട്ടിയതിൽ വളരെ സന്തോഷമുണ്ട്. മനോജ് കെ ജയനും പൊട്ടി, 8 നിലയിൽ മമ്മൂക്കയെ പൊട്ടിയിരിക്കുകയാണ്. സാരമില്ല, മ്യൂസിക് ഒന്നിട്ടാ പോകായിരുന്നു. അല്ല, എങ്ങോട്ടാ പോണേ? എങ്ങോട്ടെങ്കിലും പോയി ജീവിക്കാം. പോട്ടെ, മറുപത്തി പോവാ. വേഗം പൊക്കെ, ഇവിടെ വെള്ളം കുറവാ. ഈ കൗണ്ടർ പ്ലാൻ ചെയ്ത്